ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മുരിങ്ങയില തോരൻ്റെ റെസിപ്പി ആയിട്ടുണ്ട്. നമ്മുടെ കോഴിമുട്ടൊക്കെ ചേർത്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ദിറ്റ വേൾഡ്. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ്, നമ്മുടെ 250 ml കപ്പിന് 3 കപ്പ് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 കപ്പ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് കേട്ടോ. അത്യാവശ്യം മീഡിയം വലിപ്പമുള്ളൊരു ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ട. ഞാനിവിടെ കോഴിമുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറക്കും ചെയ്യുക. പിന്നെ ഇവിടെ 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് നമ്മുടെ എടുത്ത് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, ആ കോഴിമുട്ട നമുക്ക് ഇതിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ക്യാരറ്റും കോഴിമുട്ടയും കൂടി നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. വലിയ വലിയ കഷ്ണങ്ങളാവുന്ന രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്യരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം മുട്ട നല്ല രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മുരിങ്ങേൻ്റെ നല്ല ഹെൽത്ത് ആയിട്ടുള്ളൊരു ഇതാണല്ലോ അല്ലേ, നമ്മുടെ ഇലവർഗ്ഗത്തിൽ പെട്ട നല്ല ഹെൽത്തി, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഇലവർഗ്ഗമാണല്ലേ നമ്മുടെ മുരിങ്ങയില. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ചതച്ച് വെച്ച പച്ചമുളകും തേങ്ങയും കൂടി ചതച്ച് വെച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഈ മുരിങ്ങയില അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചതച്ചൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഈ മുരിങ്ങ ഇതൊക്കെ മിക്സ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം തീയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമല്ല. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ കോഴിമുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റും മുരിങ്ങയിലൊക്കെ നല്ല പോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടുന്ന ആവി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നൊരു ഇതാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുരിങ്ങയില തോരൻ, അതായത് ക്യാരറ്റ് മുരിങ്ങയില മതിയായിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്യുക. നമുക്കൊന്ന് വലിയ കഷ്ണങ്ങൾ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഈ മുരിങ്ങയില വെന്തെന്ന് നമുക്കൊന്ന് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വേറിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച എണ്ണ നമുക്ക് തെളിഞ്ഞ് വരും ചെയ്യും കേട്ടോ.
അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റ് അതുപോലെ തന്നെ മുരിങ്ങയില തോരൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ലഞ്ചിലേക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാനിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.